ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഈ ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട്. അത്യാവശ്യം പാലിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. വെൽക്കം ടു 3 ആദ്യത്തേത്, ഓൾവേസ് ഈറ്റ് ഹെൽത്തി. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതിനെ റിലേറ്റ് ചെയ്യുന്നത് എന്താ അറിയോ, ഭയങ്കര പൈസയൊക്കെ കൊടുത്തിട്ട് വാങ്ങേണ്ട ഫുഡ് മാത്രമാണ് ഹെൽത്തി ഫുഡ് എന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. അതായത് ഈ ഓർഗാനിക് ഫുഡ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഫ്രീ, വേഗൻ ഫുഡ് ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും ഭയങ്കര കോസ്റ്റ്ലിയാണ്. അത്തരത്തിൽ വരുന്ന സാധനങ്ങൾ മാത്രമാണ് ഹെൽത്തി. അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. നമ്മുടെ നാടൻ സാധനങ്ങൾ, നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ, ഈ സാധനങ്ങൾ കഴിച്ചുകൊണ്ടും നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് ശരിയായ രീതിയിൽ നിലനിർത്താൻ സാധിക്കും. പക്ഷെ എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഡിസിപ്ലിൻ അത് നമ്മൾ തന്നെ കീപ്പ് ചെയ്യണം. ആവശ്യമില്ലാതെ ഈ വയറെന്ന് പറയുന്ന സാധനം വേസ്റ്റ് ബോക്സ് അല്ല, അതെല്ലാവർക്കും ഓർമ്മ വേണം. ആവശ്യമില്ലാതെ എപ്പോഴും എന്തെങ്കിലും ഒന്നിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ വളരെ ബാഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. ഇപ്പം നിങ്ങൾ കുട്ടികളായിരിക്കും, നിങ്ങൾക്ക് ഇപ്പം അത് തോന്നില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് എന്താണ് എന്ന് മനസ്സിലാക്കി വയറിന് ആവശ്യമുള്ളത് അത്രയും മതി. ചുമ്മാ കിട്ടുകയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം പിടിച്ചിട്ട് വയറ്റിനകത്തേക്ക് ഇടുന്ന സ്വഭാവവും ചിലരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ആവശ്യമുള്ള ഭക്ഷണം മാത്രം ആവശ്യമായ അളവിൽ അതും നല്ല രീതിയിൽ കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ ആരോഗ്യമാണ്, അത് നമ്മളല്ലേ കാത്തു സൂക്ഷിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എക്സസൈസ് നിർബന്ധമാണ്. ഈ എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേനും രാവിലെ ഞങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ടൈം കിട്ടുന്നില്ല, എൻ്റെ വീട്ടിൽ ട്രെഡ്മില്ലില്ല, വേണ്ട, അങ്ങനെ ഒന്നും പറയണ്ട. അതൊന്നും ചെയ്യാൻ ഇവിടെ ആരും പറഞ്ഞില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു എക്യുപ്മെൻറ്റ്സും നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ പോലും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സമയമില്ല എന്ന് പറയരുത്, ഡോണ്ട് ഡു കേട്ടോ. കാരണം അതൊരു നമ്മൾ പറയില്ലേ, ആവശ്യമില്ലാത്തൊരു ന്യായം പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കുക, അതാണത്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു 20-30 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ അതിന് വേറെ ആരെയൊക്കെ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കഥയുമില്ല. ഈ എക്സസൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളുണ്ട്. നിങ്ങൾക്ക് ഇരുന്ന പോസ്റ്ററിൽ നിന്ന് തന്നെ കാലിൻ്റെ ജോയിൻറ്റ്സ് മൂവ് ചെയ്യാൻ പറ്റും, കൈയുടെ ജോയിൻറ്റ്സ് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ചില ശരീരഭാഗങ്ങൾ നമ്മൾ നിരന്തരമായി ഉപയോഗിക്കാതെ വരുമ്പോൾ ആ മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടി റെസ്ട്രിക്റ്റഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇരുന്നിട്ടൊന്ന് ഇരിക്കുക എന്ന് പറയുന്നത് തറയിലിട്ടോ, തറയിൽ ഇരുന്നിട്ടൊന്ന് എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എണീക്കലിന് തന്നെ ഒരു 10 ആളുടെ സഹായം വേണ്ടി വരും. കാരണം ആ ഒരു മൂവ്മെൻറ്റ് അവർ സ്ഥിരമായി ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ജോയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുകയും മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, ഇപ്പം നിങ്ങൾ ഈ കാട്ടുന്ന എക്സസൈസുകൾ ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജോയിൻസിനൊക്കെ കൊടുക്കുന്ന മൂവ്മെൻറ്റ്സ്, അതിൻ്റെയൊക്കെ ഗുണം നിങ്ങൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും മനസ്സിലാക്കും. അന്നത് ചെയ്തത് കൊണ്ട് ഇപ്പം എത്ര നന്നായി എന്ന്. നിങ്ങൾ ആലോചിച്ച്, ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയാറില്ലേ, ഭയങ്കര മുട്ടുവേദന, തോള് വേദന, നടുവേദന എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങളും ആ പ്രായത്തിൽ എത്തുമ്പോൾ വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും, എല്ലാ ജോയിൻസും അത് മൂവ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്യിക്കുക. അതെന്താ ഈ ജോയിൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ മൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂവ്മെൻ്റ് ആണ്. ഇത് കുറേ നാൾ നിങ്ങൾ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര പെയിൻ വരും. നിങ്ങളൊന്ന് തറയിലേ കുത്തി ഇരുന്നിട്ട് എണീക്കാൻ നോക്കിയേ, നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. കാല് വേദനിക്കണ്ട, മുട്ട് വേദനിക്കണ്ട, പ്രശ്നമാണ്. കാരണം എന്താ അറിയോ, നിങ്ങൾ സ്ഥിരമായിട്ട് ആ മൂവ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. കുറച്ച് പ്രാവശ്യം നിങ്ങളത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ വല്ലപ്പോഴുമെങ്കിലും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഒരു മൂവ്മെൻറ്റ് വേണമെന്ന് തിരിച്ചറിവുണ്ടാക്കിയിട്ട് എല്ലാ ഭാഗത്തിനും മൂവ്മെൻറ്റ് കൊടുക്കുക. ഡെയിലി കുറച്ച് ഭാഗങ്ങൾക്കെങ്കിലും ഒരു എക്സസൈസ് എന്നുള്ള പേരിൽ മൂവ്മെൻറ്റ് കൊടുത്ത് കൊണ്ടുപോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 3-ാമത്തെ കാര്യം, നന്നായി ഉറങ്ങണം. അതാണ് ഞങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നൊരു കാര്യം എന്നല്ലേ. ഈ ഉറങ്ങുക എന്ന് പറയുന്നത് അങ്ങനെ മണിക്കൂറുകളോളം ഉറങ്ങുന്നതല്ല, ഉറങ്ങുന്നതിനൊരു സമയമുണ്ട്, റൈറ്റ്?
ആ സമയം കൃത്യമായിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഓവർ ഉറങ്ങുകയോ അല്ലെങ്കിൽ കുറച്ച് ഉറങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. ഇനി ചിലരുണ്ട്, എനിക്ക് ഉറക്കമൊന്നും പ്രശ്നമേ അല്ല, ഞാൻ ഉറങ്ങിയില്ല എങ്കിലും വളരെ എനർജറ്റിക് ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് ഡിഫേഴ്സ്. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ടെൽ യു, ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡി ഒരു റെസ്റ്റ് മോഡിലേക്ക് പോകുന്നത്. ആ റെസ്റ്റ് മോഡിൽ നമ്മുടെ ബോഡിക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇച്ചിരി സമയം കൊടുക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ ആ ഒരു റെസ്റ്റ് നിർബന്ധമാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയുന്നു, ഓവർ ഉറങ്ങരുത് കേട്ടോ. ഓവർ ഉറങ്ങിയിട്ട് ഞങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ന്യായവും ഇല്ല. അപ്പോൾ സമയത്തിന് ഉറങ്ങാനും അതുപോലെ ഉറങ്ങി എഴുന്നേൽക്കാനും നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. ടേക്ക് കെയർ.